നിസ്കാരം നടത്താൻ പ്രത്യേക സ്ഥലം ആവശ്യപ്പെട്ടുകൊണ്ട് മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ നടന്ന സംഭവത്തെ ആരും അത്ര നിഷ്കളങ്കമായി കാണരുത്. ലോകം മുഴുവനും തങ്ങളുടെ അധീനതയിലാക്കാനുള്ള ഒരു പറ്റം തീവ്ര മതചിന്തയുള്ള ഇസ്ലാം മതവിശ്വാസികളുടെ അജണ്ടയുടെ ഭാഗമായുള്ള ഒരു ചെറിയ റിഹേഴ്സൽ മാത്രമാണ് നിർമ്മല കോളേജിൽ നടന്നതെന്ന് പറയാം. ലോകത്തെ മുഴുവനും ഇസ്ലാമികവൽക്കരണം നടപ്പിലാക്കി ശരീഅത്ത് നിയമം നടപ്പാക്കുകയാണ് ഇവരുടെ ലക്ഷ്യം. ഈ വിഭാഗക്കാരുടെ ഏത് സ്ഥാപനങ്ങളിൽ കയറി ചെന്നാലും അതിനുവേണ്ടിയുള്ള ലഘുലേഖകളും അതുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങളുമാണ് കാണാൻ സാധിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. കഴിഞ്ഞ ഒരു 10-25 വർഷങ്ങൾക്ക് മുൻപ് വരെ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഇത്രയും തീവ്രമായ മതചിന്തകൾ ഉണ്ടായിരുന്നില്ല. എല്ലാവരും, അത് ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും ശരി, എല്ലാവരും വളരെ സ്നേഹത്തോടെ ഒത്തൊരുമയോടെ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. എന്നാൽ ഇപ്പോൾ ആളുകൾ പറയുന്ന ഈ ന്യൂ ജനറേഷന്റെ വരവോടുകൂടി അതിനെല്ലാം മാറ്റം വന്നിരിക്കുകയാണ്. ഇപ്പോൾ ലോകം മുഴുവനുമുള്ള ഭൂരിപക്ഷം തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെയും ചിന്ത എങ്ങനെയെങ്കിലും ലോകം മുഴുവനും ഞങ്ങളുടെ അധീനതയിൽ ആക്കണമെന്ന് തന്നെയാണ്. കേരളത്തിലുള്ളവർക്ക് അങ്ങനെ ഒരു ചിന്തയില്ലായിരുന്നു. കഴിഞ്ഞ കുറച്ചു കാലമേ ആയുള്ളൂ കേരളത്തിൽ ഈ പ്രവണതയ്ക്ക് തുടക്കം കുറിച്ചിട്ട്. തൊടുപുഴ ന്യൂമാൻ കോളേജിലെ അധ്യാപകനായിരുന്ന ജോസഫ് സാറിന്റെ കൈവെട്ടിക്കൊണ്ടാണ് കേരളത്തിൽ ഇതിന് തുടക്കം കുറിച്ചത് എന്ന് വേണം കരുതാൻ. അന്ന് ആ വിഷയത്തെ ആരും അത്ര ഗൗരവത്തോടെ കണ്ടിരുന്നില്ല. തന്നെയുമല്ല, ജോസഫ് സാറിനെ കൈവെട്ടിയപ്പോൾ സഭയോ കോളേജ് മാനേജ്മെന്റോ ജോസഫ് സാറിനെ പിന്തുണയ്ക്കാൻ തയ്യാറായുമില്ല. കലാലയങ്ങളിൽ ഇതേപോലെയുള്ള മത തീവ്രവാദ പ്രവർത്തനങ്ങൾ തുടങ്ങുമ്പോൾ തന്നെ അത് മുളയിലെ നുള്ളിക്കളഞ്ഞിരുന്നുവെങ്കിൽ ഒരു കോളേജ് പ്രിൻസിപ്പലിനെ തടഞ്ഞു വെക്കാനുള്ള തന്റെയിടമോ ധൈര്യമോ ഈ വിദ്യാർത്ഥികൾക്ക് കാണില്ലായിരുന്നു. ലോകത്താകമാനമുള്ള ഒരു വിഭാഗം മുസ്ലിം മത തീവ്രവാദികൾ ലോകം അവരുടെ കൈകളിൽ എത്തിക്കുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. ചുരുക്കം പറഞ്ഞാൽ ഇവരുടെ ഇപ്പോഴത്തെ ഈ പോക്ക് ലോക സമാധാനത്തിന് തന്നെ ഒരു ഭീഷണിയായി മാറിയിരിക്കുകയാണ്. ലോകത്താകമാനമുള്ള ക്രൈസ്തവരും ക്രൈസ്തവ ആരാധനാലയങ്ങളും ആക്രമണങ്ങൾക്ക് ഇരയായിക്കൊണ്ടിരിക്കുകയാണ്. സ്വന്തം രാജ്യത്ത് ജീവിക്കാൻ നിവൃത്തിയില്ലാതെ വന്നതുകൊണ്ട് രാജ്യം വിടേണ്ടി വന്നപ്പോൾ അവർക്ക് അഭയം നൽകിയ രാജ്യങ്ങളെയാണ് ഇപ്പോൾ ഈ വിഭാഗക്കാർ ആക്രമിക്കുന്നത്. ചില രാജ്യങ്ങളിലെ മുസ്ലിം ഭരണാധികാരികൾ വളരെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്രൈസ്തവരുടെ ആരാധനാലയങ്ങൾ പിടിച്ചെടുത്ത് മോസ്കുകളാക്കുന്നു. പാരീസിൽ ഒളിമ്പിക്സ് തുടങ്ങാൻ മണിക്കൂറുകൾ മാത്രമുള്ളപ്പോഴാണ് അവിടെ ക്രിസ്ത്യൻ പള്ളികളിൽ ഭീകരാക്രമണം ഉണ്ടായത്. രാജ്യത്തിന് തന്നെ ഭീഷണിയാകുന്നു എന്ന് കണ്ടാണ് ജർമ്മനി ഈ അടുത്ത നാളിൽ ഹാംബുർഗ് പട്ടണത്തിലെ ഇസ്ലാമിക് സെന്ററും മോസ്കും മറ്റ് അനുബന്ധ സ്ഥാപനങ്ങളും അടച്ചുപൂട്ടിയത്. രാജ്യത്തിന് ഭീഷണിയാകുന്ന ആശയങ്ങളും ലഘുരേഖകളും പ്രചരിപ്പിക്കുകയും ഭീകരവാദികളെ റിക്രൂട്ട്മെന്റ് ചെയ്യുകയും ചെയ്യുന്നതിനാലാണ് ഇസ്ലാമിക് സെന്റർ അടച്ചുപൂട്ടിയത്. ചുരുക്കം പറഞ്ഞാൽ ലോക സമാധാനത്തിന് തന്നെ ഭീഷണിയായി മാറിയിരിക്കുകയാണ് ഈ തീവ്ര മത നിലപാടുകൾ. നിർമ്മല കോളേജിൽ നടന്നതുപോലെയുള്ള സംഭവങ്ങൾ കേരളത്തിൽ ഇനിയും ആവർത്തിക്കാനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാകില്ല. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ ഈ ഭീഷണിയെ പറ്റി വർഷങ്ങൾക്ക് മുൻപ് തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. നമ്മുടെ ഈ കൊച്ചു കേരളത്തിലെ അവസ്ഥ ഒന്ന് പരിശോധിച്ചാൽ കാണാൻ സാധിക്കുന്നത് ഒട്ടുമിക്ക ജില്ലകളിലും 1ാം ക്ലാസ്സിൽ ചേരുന്ന കുട്ടികളുടെ എണ്ണം 10,000-ൽ താഴെ മാത്രമാണ്. എന്നാൽ മലപ്പുറം ജില്ലയിലെ കണക്ക് തികച്ചും വ്യത്യസ്തമാണ്. അവിടെ ഒരു വർഷം മാത്രം ഏതാണ്ട് 65,000-ഓളം കുട്ടികളാണ് പുതിയതായി 1ാം ക്ലാസ്സിൽ ചേരുന്നത്. അതിനാൽ വിദ്യാലയങ്ങളിൽ എല്ലാം മുസ്ലിം സമുദായ അംഗങ്ങളായ കുട്ടികളുടെ എണ്ണം വളരെ കൂടുതലാണ്. വരും നാളുകളിൽ വിദ്യാലയങ്ങളിലെ സമരങ്ങളിൽ മുഴങ്ങിക്കേൾക്കുന്ന മുദ്രാവാക്യം വിദ്യാർത്ഥി ഐക്യം സിന്ദാബാദിന് പകരം പോപ്പുലർ ഫ്രണ്ടിന്റെ മുദ്രാവാക്യങ്ങൾ മുഴങ്ങാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. കേരളത്തിൽ ഇതുവരെ പുലർന്നു വന്ന മതേതരത്വം കാത്തുസൂക്ഷിക്കാൻ വേണ്ടി മുസ്ലിം മത നേതാക്കൾ തന്നെ മുന്നോട്ട് വന്ന തീവ്രവാദി ആശയങ്ങൾ പേർന്ന സംഘടനകളെ തള്ളിപ്പറയാൻ തയ്യാറാകണം. ജോസഫ് സാറിന്റെ കൈവെട്ട് കേസിലെ പ്രതി പിന്നീട് നടന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന വാർത്തയായിരുന്നു. ഇതേപോലെയുള്ള വർഗീയ കോമരങ്ങൾ തളരാതെ നോക്കാൻ CPM, കോൺഗ്രസ് പോലെയുള്ള പാർട്ടികൾ തന്നെ മുൻകൈയെടുക്കണം. വർഗീയ കോമരങ്ങളുടെ കയ്യിലെ ബലിയാടുകളാകാതെ കേരളത്തിന്റെ ഐക്യം കാത്തുസൂക്ഷിക്കുക എന്നത് ഓരോ മലയാളികളുടെയും ഉത്തരവാദിത്തം.